ഇംഗ്ലണ്ട് നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ അവസാനിച്ച മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യ പരമ്പര തൂത്തുവാരി. 3 ഏകദിനത്തിലും ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ബൗളിംഗിലും ബാറ്റിംഗിലും ഇന്ത്യ ഒരുപോലെ മിന്നിത്തിളങ്ങി. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ 1 റൺസ് എടുത്ത് ഔട്ടായി. ഇതോടുകൂടി ഇന്ത്യൻ ആരാധകർ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. ടീമിന്റെ നട്ടലായതും രോഹിതായിരുന്നു. എന്നാൽ രോഹിത് ശർമ്മ ഔട്ടായിട്ടും അത് ഇന്ത്യൻ ടീമിനെ ബാധിച്ചില്ല. അതിന് കാരണം ശുഭ്മാൻ ഗില്ലാണ്. താരം ഇന്ന് സെഞ്ചുറി പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഗില്ല് 112 റൺസ് അടിച്ചുകൂട്ടി. ഗില്ലിന് സപ്പോർട്ടായിട്ട് വിരാട് കോഹ്ലി 50 അടിച്ചു. കോഹ്ലി കൂടി ഫോമിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തമായി. അതുപോലെ ശ്രേയസും ഫോമിലേക്ക് എത്തി. ശ്രേയസും ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ KL രാഹുലും എത്തിയപ്പോൾ ഇന്ത്യക്ക് കൂറ്റൻ സ്കോറാണ് ഇന്ന് ലഭിച്ചത്. ഇന്ത്യ 50 ഓവറിൽ 356 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ റൺസ് മറികടക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. ഇംഗ്ലണ്ട് പെട്ടെന്ന് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബൗളിംഗ് മികവ് അത്രയ്ക്കും മികച്ചതായിരുന്നു. ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ടീമിനെ ഏത് ടീമുകളും ഭയക്കേണ്ടിയിരിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നേ ഇന്ത്യക്ക് ഇത് ആത്മവിശ്വാസമാണ്. കാരണം കളിച്ച 3 മാച്ചിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. T20 പരമ്പര ഇന്ത്യ നേടിയപ്പോൾ ഏകദിനത്തിൽ ഇന്ത്യ ഫ്ലോപ്പ് ആകുമെന്നാണ് എല്ലാവരും കരുതിയത്. വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് സീനിയർ താരങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നത്. കോഹ്ലി, രോഹിത് ശർമ്മ എല്ലാവരും ഫോമിലേക്ക് എത്തി. അതുപോലെ ശ്രേയസ്, ഗില്ല്, രാഹുൽ എല്ലാവരും ഇപ്പോൾ ഫോമാണ്. ഇനി ഇന്ത്യക്ക് പേടിക്കാനില്ല. ബൗളിംഗ് ആണെങ്കിൽ ഇതിനേക്കാൾ സ്ട്രോങ് ആണ്. ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടാനുള്ള സാധ്യത കൂടുതലാണ്. ഋഷഭ് പന്തിനെ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇംഗ്ലണ്ട് മൂന്നാം ഏകദിനത്തിലും നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.